Hello guys, welcome back to our YouTube channel Life in a Frame. German language class day 3, അതായത് A1-ലെ തേർഡ് ക്ലാസ്സസ് ആണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് സൈഡിൽ ഇവിടെ ഗ്രീൻ കളറിൽ റിവിഷൻ വീഡർ ഹോളും ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നോയെ വ്യോർട്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെർ ഫാറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ, ദി മുറ്റർ എന്ന് പറഞ്ഞാൽ മുട്ടർ, മദർ, ഡെർ ബ്രൂഡർ ബ്രദർ ആണ്, ദി ഷ്വെസ്റ്റർ സിസ്റ്റർ, ദി ഓമ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്മ, ഡെർ ഓപ്പ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ, ദസ് ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ തന്നെ ബേബി, ദി ഫെമിലിയെ എന്ന് പറഞ്ഞാൽ ഫാമിലി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാമിലിയെ പഠിച്ചായിരുന്നു. പ്രൊനൗൺസിയേഷൻ അടക്കം ഞാൻ പറഞ്ഞു തന്നു, ശ്രദ്ധിക്കണമെന്ന്. അപ്പം ഇത് ശ്രദ്ധിച്ചറിയാം. ഡെർ അങ്ങനെ ആർട്ടിക്കിൾ വരുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ പഠിക്കുമ്പോൾ ആർട്ടിക്കിളും കൂടെ ചേർത്ത് പഠിക്കുക. അപ്പം നമുക്ക് എളുപ്പമായിരിക്കും. അത് പിന്നെ അത് യൂസ്ഡ് ആകുമ്പോഴത്തേനും അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അടുത്ത ബോക്സ് തേർഡിലെ യൂബർ ഫെമിലിയെ എക്സ്പ്രഷൻ. നമുക്ക് ഒരു ഫാമിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും ചെറിയ ചെറിയ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. ദസ് ഈസ് മൈൻ ഫാറ്റർ, ദസ് ഈസ് മൈനെ മുട്ടർ, ഇഷ് ഹാബെ ഐനൻ ബ്രൂഡർ, ഇഷ് ഹാബെ ഐനെ ഷ്വെസ്റ്റർ, Ich liebe meine Familie. Wir sind eine Familie. നമുക്ക് ഓരോ സെൻറ്റൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തെ ദസ് ഈസ് മൈൻ ഫാദർ, അത് ദിസ് ഈസ് മൈ ഫാദർ. അതിനകത്ത് രണ്ടാമത്തെ ഇതിലാണ് വെർബ് വന്നേക്കുന്നത്, അതായത് ഈസ്റ്റ് എന്നുള്ളത് വെർബാണ്. അടുത്തത് ദസ് ഈസ് മൈനെ മുട്ടർ എന്ന് ആദ്യത്തെ എന്തുകൊണ്ട് മൈൻ ഫാദറും രണ്ടാമത്തത് മൈനെ മുട്ടർ വന്നതിൻ്റെ കാരണം അതിൻ്റെ ആർട്ടിക്കിൾ ശ്രദ്ധിക്കൂ. അതായത് രണ്ടാമത്തെ ബോക്സിനകത്ത് നമ്മൾ ആർട്ടിക്കിൾ വെച്ചുള്ള ഈ നോയെ വ്യോർട്ടർ പഠിച്ചത്. അപ്പം അതിലെങ്ങനെയാ ഡെർ ഫാറ്ററും ദി മുട്ടറുമാണ്. അപ്പം ദി മുട്ടർ ആയതുകൊണ്ടാണ് മൈനെ മുട്ടർ വന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ നോക്ക്, ഇഷ് ഹാബെ ഐനൻ ബ്രൂഡർ. അപ്പം നോക്കൂ, നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഐനൻ ബ്രൂഡർ വന്നു. ഐൻ വരാം, അല്ലെങ്കിൽ ഐനെ വരായിരുന്നല്ലോ. എന്തുകൊണ്ട് ഐനൻ ബ്രൂഡർ വന്നു? ഐനൻ ബ്രൂഡർ എന്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം അക്യുസാറ്റീവ് ആണ്. കാരണം ബ്രൂഡർ എന്ന് പറയുന്നത് ഒരു മാസ്കുലിനാണ്. മാസ്കുലിൻ അക്യുസാറ്റീവിലേക്ക് ആവുമ്പോൾ ഐനൻ ആവും. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. അടുത്തത് നോക്ക്, ഇഷ് ഹാബെ ഐനെ ഷ്വെസ്റ്റർ, ഐ ഹാവ് എ സിസ്റ്റർ. ഐനെ ഷ്വെസ്റ്റർ എന്തുകൊണ്ടാണ്? ഷ്വെസ്റ്ററിന്റെ ആർട്ടിക്കിൾ ദി ആയതുകൊണ്ട്. അടുത്തത് ഇഷ് ലീബെ മൈനെ ഫെമിലിയയുടെ ആർട്ടിക്കിളും ദി ആണ്. അതുകൊണ്ട് ഇഷ് ലീബെ മൈനെ ഫെമിലിയെ. ഓക്കെ. പിന്നെ അടുത്തത് വിയർ സിൻഡ് ഐനെ ഫെമിലിയെ, വി ആർ എ ഫാമിലി. ആ സിൻഡ് എന്നുള്ളത് വെർബാണ്. ഇതിനകത്തൊക്കെ രണ്ടാമത് ഒരു സെന്റൻസിൽ സെക്കൻഡ് പൊസിഷനിൽ എപ്പോഴും വെർബായിരിക്കും. അത് ഓർത്തിരിക്കുക. അടുത്ത അതിൻ്റെ ടിപ്പ് താഴെ ഒരു ഇത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹാബൻ എന്ന് പറഞ്ഞാൽ ടു ഹാവ്. അതിൻ്റെ മീനിങ് ആണേ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഉവർസൈറ്റ്. നമ്മൾ ജർമ്മനിലെ സമയം എങ്ങനെ പറയാം. നമുക്ക് ഫോർമലും ഇൻഫോർമൽ വേയും ഉണ്ട്. നമുക്ക് ആദ്യം ഒരു രീതി പഠിക്കാം. അതിൽ ഒന്ന്, അതായത് ഐൻസ്, അതെങ്ങനെയാ? എസ് ഈസ് ഐൻ ഉവർ, അതായത് 1 മണി. അടുത്തത് 2:15. 2:15 എങ്ങനെയാ പറയുന്നത് നോക്കാം. എസ് ഈസ് ഫിയർട്ടൽ നാഹ് സ്വൈ, എസ് ഈസ് ഫിയർട്ടൽ നാഹ് സ്വൈ. അതായത് നമ്മൾ ട്രെയിൻ സമയം ഓർക്കുക. ഫിയർട്ടൽ നാഹ് സ്വൈ. ഫിയർട്ടൽ എന്ന് പറഞ്ഞാൽ കാൽഭാഗം എന്നാണ് അർത്ഥം. അതായത് 2 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. നാഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ആഫ്റ്റർ. ഫോർ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത്. അത് ഓർത്തിരിക്കുക. നാഹും ഫോറിന്റെ മീനിങ് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എസ് ഈസ് ഫിയർട്ടൽ നാഹ് സ്വൈ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞു. സ്വൈ എന്ന് പറഞ്ഞാൽ 2 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റും കഴിഞ്ഞു, അതായത് 2:15. അപ്പോൾ 3:30 എങ്ങനെ പറയും? എസ് ഈസ് ഹാൽബ് ഫിയർ. അതെങ്ങനെയാ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 3:30 ആണല്ലോ ഇപ്പം സമയം. അപ്പം ഹാൽബ് ഫിയർ എന്ന് പറഞ്ഞാൽ 4 മണിയാകാൻ ഇനി അരമണിക്കൂറും കൂടെ ഉണ്ട് എന്ന രീതിയിലാണ്
നമ്മൾ പറഞ്ഞേക്കുന്നത് എസ് ഈസ് ഹാൽബ് ഫിയർ. ജർമ്മൻ ലാംഗ്വേജിൽ ടൈം പറയുന്നത് നമ്മുടെ രീതിയിലല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം, എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയെടുത്താൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് 4:45, അതായത് 4:45. അതെങ്ങനെയാണ് പറയുക? എസ് ഈസ് ഫിയർട്ടൽ ഫോർ 5, അതായത് 15 മിനിറ്റും കൂടെ ഉണ്ട് 5 മണിയാകാൻ. അത് ശ്രദ്ധിച്ചു നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫിയർട്ടൽ എന്ന് പറഞ്ഞാൽ കാൽഭാഗം, 4 എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത്, അതായത് 15 മിനിറ്റും കൂടെ ഉണ്ട് 5 മണിയാകാൻ, അതായത് 4:45. ഓക്കെ. അടുത്തത് 6, അതായത് 6 മണി. എസ് ഈസ് 6 ഊവർ. ഓക്കെ, അത് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തത് 9:20, അതെങ്ങനെ പറയും നോക്കാം. അതായത് 9:20 എങ്ങനെ പറയും നോക്കാം. എസ് ഈസ് 20 nach 9, അതായത് 20 മിനിറ്റ് കഴിഞ്ഞു. നാഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ആഫ്റ്റർ. 20 മിനിറ്റ് കഴിഞ്ഞു 9 മണി കഴിഞ്ഞിട്ട്, അതായത് 9:20. അത്രയേ ഉള്ളൂ. നമ്മളത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അടുത്തത് കുറച്ച് വ്യോട്ടർ പഠിക്കാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉവർ എന്ന് പറഞ്ഞാൽ ക്ലോക്ക്, ഹാൽബ് എന്ന് പറഞ്ഞാൽ ഹാഫ്, ഫിയർട്ടൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ, നാഹ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, 4 എന്ന് പറഞ്ഞാൽ 2. ഞാൻ പറഞ്ഞത് തന്നെ. നിങ്ങൾക്ക് മനസ്സിലാകാനും ഓർമ്മിച്ച് വെക്കാനും കൂടിയായിട്ട് ഞാനത് ബോക്സിനകത്താക്കിയേക്കുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഫ്രാഗൻ നോക്കാം. അതായത് 5-മത്തത് 5. വെർ ഈസ് ദസ് എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് ദാറ്റ്. വി ഹൈസൻ ഡൈൻ ഫാദർ, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ ഫാദർ നെയിം? വി ഹൈസ് ഡൈനെ മുട്ടർ. എന്തുകൊണ്ട് ഡൈനെ ആയി? മുട്ടറിൻ്റെ ആർട്ടിക്കിൾ ദി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത് എന്തുവാ? ഹാസ് ടു ഗെഷ്വിസ്റ്റർ, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടോ? ഷ്വസ്റ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ, ഗെഷ്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിബ്ലിങ്സ് എന്നാ. പിന്നെ അടുത്തത് വി സ്പേറ്റ് ഈസ്റ്റസ്, എപ്പോൾ എന്താണ് സമയം എന്തായി എന്നാണ് ചോദിക്കുന്നത്. വി സ്പേറ്റ് ഈസ്റ്റസ് എന്നാണ്. അടുത്തത് വോ വോൺസ് ടു, വേർ ഡു യു ലീവ്. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രാഗനാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ അത്. അടുത്തത് ദീസസ്, ദീസെ, ദീസെ, ദിസ് ഓർ ദാറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മസ്കുലിൻ ഉണ്ട്, ഫെമിനിൻ ഉണ്ട്, നോയിട്രം ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ബോക്സിനകത്താക്കിയ കൊടുത്തേക്കുന്നേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മതി, ഞാൻ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം. അടുത്തത് കുർസ് ടെസ്റ്റ് ലേസൺ നമുക്ക് വായിച്ചു തരാം. Hallo, ich heiße Anna, das ist meine Familie, das ist mein Vater, er heißt Tom, das ist meine Mutter, sie heißt Maria, ich habe einen Bruder, er heißt Paul, ich habe eine Schwester, sie heißt Lina, wir sind eine glückliche Familie. Glücklich എന്ന് പറഞ്ഞാൽ ഹാപ്പി, പക്ഷെ ഗ്ലുക്ക് എന്ന് പറഞ്ഞാൽ ലക്ക്, വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. ഫെമിലിയെ, ഫാമിലി, ബ്രൂഡർ, ബ്രദർ, ഫാറ്റർ, ഫാദർ, ഷ്വസ്റ്റർ, സിസ്റ്റർ, മുട്ടർ, മദർ, ഗ്ലൂക്ലിഷ്, ഹാപ്പി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹൗസ് ഓഫ് ബാബ എന്ന് പറഞ്ഞാൽ പുതിയ നോയ വ്യോട്ട് ടൂമാൽ ഷൈബൻ. ടൂമാൽ എന്ന് പറഞ്ഞാൽ 2 തവണ 2 ടൈംസ് എഴുതണം എന്നാണ്. ഷൈബൻ എന്ന് പറഞ്ഞാൽ എഴുതുക, റൈറ്റിംഗ്. über deine Familie 5 Sätze schreiben. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങളൊരു 5 Sätze schreiben ചെയ്യുക. bitte schreiben Sie eine Kurztest über deine Familie. അടുത്തത് Uhrzeit über, അതായത് ടൈം നമ്മൾ ഇനി നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇപ്പം പഠിച്ച ഈ ജർമ്മൻ രീതിയിലുള്ള ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളത് യൂസ്ഡ് ആവും, മറന്നു പോകത്തില്ല, എളുപ്പമായിട്ട് തോന്നും. അടുത്തത് കുർസ് ടെസ്റ്റ് ലൗഡ് ലേസൺ. നിങ്ങൾ ജർമ്മൻ വായിക്കുമ്പോൾ മനസ്സിൽ വായിക്കാതെ നിങ്ങളുടെ സൗണ്ട് കേൾക്കണം, എന്നാലാണ് പ്രൊനൗൺസിയേഷൻ ശരിയാവത്തുള്ളൂ. അപ്പം അങ്ങനെ വായിച്ച് ശീലിക്കാൻ നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു ഫോൺ നമ്പർ തരാം, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ക്ലാസ് മാത്രമല്ല, മെറ്റീരിയൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഗോയിത്തയിലെ മെറ്റീരിയൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അവിടെ പഠിച്ച, അതായത് അവിടുന്ന് കിട്ടിയ മെറ്റീരിയൽസ് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും, എല്ലാ മൊഡ്യൂളിൻ്റെ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.
വീണ്ടും കാണാം. ഡേ 4 വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.